ഒന്നു പറഞ്ഞ് രണ്ടിന് അടിപിടിയും കത്തിക്കുത്തും നടക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. ഒരു ദിവസം ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു സ്വകാര്യ ബസ്സിനകത്ത് വലിയ അടി നടക്കുകയാണ്. ഒരാളെ ബസ്സിലെ ജീവനക്കാരൻ ഇടിക്കുന്ന കാഴ്ച. പെട്ടെന്ന് മൊബൈൽ എടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ അയാളെ ഇടിക്കുന്ന അവസ്ഥ മാറി പിടിച്ചു തള്ളുന്നത് മാത്രമേ വീഡിയോയിൽ പതിഞ്ഞുള്ളൂ. ഇത് ഞാൻ നേരിട്ട് കണ്ട സംഭവമാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം വർക്കലയിൽ ഒരു സംഭവമുണ്ടായി. നിർഭാഗ്യവശാൽ പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർക്ക് കുത്തേറ്റു. ബിജു എന്നാണ് ആ ഡ്രൈവറുടെ പേര്. എന്താണ് സംഭവിച്ചത്? ഈ വർക്കല ഭാഗം നമുക്കറിയാം. വർക്കലയിൽ നിന്ന് നിരന്തരം കടക്കാവൂരിലേക്കും അതുപോലെ തന്നെ അഞ്ചുതെങ്ങിലേക്കുമൊക്കെ സ്വകാര്യ ബസ് സർവീസുകളുണ്ട്. നല്ല തിരക്കുമാണ് ആ ബസ്സുകളിൽ. അതുപോലെ കാപ്പിൽ വരെ മറ്റ് സർവീസുകളുണ്ട്. കാപ്പിൽ ഇടവ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുണ്ട്. തിരിച്ച് ആറ്റിങ്ങൽ വരെ പോകുന്ന അല്ലെങ്കിൽ കിളിമാനൂരിലേക്ക് പോകുന്ന ബസ്സുകളും വർക്കല വഴി നിരന്തരം സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുത്തൻചന്തയിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ നേരെ ബസ്സിൽ കയറി. ആ ബസ് അഞ്ചുതെങ്ങിലേക്ക് പോകുന്ന ബസ്സാണ്. അഞ്ചുതെങ്ങ് സ്വദേശിയായ ജാക്സൺ എന്നു പേരുള്ള ഒരാളാണ് ബസ്സിൽ കയറിയത്. അയാൾ ബസ്സിലെ കണ്ടക്ടറോട് ചോദിച്ചു, വർക്കലയാണ് അയാൾക്ക് ഇറങ്ങേണ്ടത്, വർക്കല വരെ ഇറങ്ങണം. പുത്തൻചന്തയിൽ നിന്ന് വർക്കല വരെ പോകുന്ന ദൂരം നമുക്കറിയാം. ഏറിയാൽ 2-3 കിലോമീറ്റർ, അതിനപ്പുറത്തേക്കുള്ള ദൂരമൊന്നുമില്ല. അപ്പോൾ അവിടെ ഇറങ്ങാനാണ് അയാൾ ടിക്കറ്റ് എടുത്തത്. എന്നിട്ട് കണ്ടക്ടറോട് അയാൾ ചോദിക്കുന്നു, ഈ ബസ് അഞ്ചുതെങ്ങിലേക്ക് പോകുന്നതാണോ? നിസ്സാരമായ ചോദ്യം, വളരെ നിസ്സാരമായ ചോദ്യം. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർക്ക് പറയാം, ചേട്ടാ ഇത് അഞ്ചുതെങ്ങിലേക്ക് പോകുന്ന ബസ്സാണ്, അല്ലെങ്കിൽ പോകുന്നില്ല എന്ന് പറയാം. അഞ്ചുതെങ്ങ് സ്വദേശിയായ ഈ പറയുന്ന വ്യക്തിക്ക്, ചെറുപ്പക്കാരന് അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹമുണ്ടാകാം. ഒരുപക്ഷെ അതിനാകാം അയാൾ ചോദിച്ചത്. കണ്ടക്ടർ എന്താണ് മറുപടി കൊടുത്തത്? വേണമെങ്കിൽ ബോർഡ് വായിച്ച് നോക്കടാ. തീർന്നില്ലേ കഥ? വേണമെങ്കിൽ ബോർഡ് വായിച്ച് നോക്കടാ. അതും ശരിയാണ്. കണ്ടക്ടറുടെ പക്ഷത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ബോർഡ് വായിച്ചിട്ട് വണ്ടിയിൽ കയറിയാൽ പോരെ എന്ന മറുപടിയാണ്. ഈ സംഭാഷണത്തിലെ പ്രശ്നമാണ്. ശബ്ദത്തിലുള്ള ഏറ്റക്കുറച്ചിൽ പ്രശ്നമായി. ആ ചെറുപ്പക്കാരൻ കണ്ടക്ടറോട് തട്ടിക്കയറിയത് മാത്രമല്ല, കയ്യാങ്കളിയുടെ വക്കിലെത്തി. അയാൾ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നോട് ചൂടാകുന്നത്? ഞാൻ നിങ്ങളോട് ഈ ബസ് അവിടെ പോകുമോ എന്നല്ലേ ചോദിച്ചത്? അതെ, പോകുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് എങ്ങനെ ബോർഡ് വായിച്ചിട്ട് കയറിയാൽ പോരാടാ അത് അപമാനിക്കുന്നത് എന്തിനാണ്? അതാണ് തർക്കത്തിന് കാരണം. തർക്കം മുറുകി, ബഹളമായി, കയ്യാങ്കളിയായി, അവസാനം ഈ യാത്രക്കാരനെ ബസ്സിൽ നിന്ന് പുറത്തിറക്കുന്ന പരിധി വരെ എത്തി. അപ്പോൾ ഈ കയ്യാങ്കളി ബസ്സിന് പുറത്തിറക്കിയിട്ടും വാക്കേറ്റവും കയ്യാങ്കളിയുടെ വക്കിൽ നിൽക്കുന്ന അവസ്ഥയും അടിതടയുടെ അവസ്ഥയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ബസ് നിർത്തിയ പാവം ഡ്രൈവർ ഈ സംഭവ സ്ഥലത്തേക്ക് വന്നു. ഈ ബസ്സിൻ്റെ ഡോറിനടുത്തെത്തി. എന്നിട്ട് ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണോ, അയാളും ഈ യാത്രക്കാരനെ കൈവയ്ക്കാൻ ശ്രമിച്ചതാണോ എന്ന് നമുക്കറിയില്ല. അതിനി പോലീസിൻ്റെ അന്വേഷണത്തിൽ CCTVയും യാത്രക്കാരുടെ മൊഴിയുമൊക്കെ എടുക്കണം. അങ്ങനെ വന്ന് കണ്ടക്ടറും യാത്രക്കാരനും തമ്മിലുള്ള പ്രശ്നം കയ്യാങ്കളിയുടെ വക്കിൽ നിൽക്കുമ്പോൾ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർ വന്നിട്ട് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമോ, പിടിച്ചൊരു അടി കൊടുക്കാൻ ശ്രമിക്കുമോ യാത്രക്കാരൻ എന്നൊക്കെ നമുക്ക് ചിന്തനീയമാണ്. KSRTC ഡ്രൈവറാണെങ്കിൽ ഒരുപക്ഷെ വന്ന് പിടിച്ചു മാറ്റും, അല്ലെങ്കിൽ അയാൾ നേരെ ബസ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെത്തിക്കും. അങ്ങനെയാവും സംഭവിക്കുക. പ്രൈവറ്റ് ബസ്സിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും പരസ്പരം അടികൂടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഒരു ബസ്സിൻ്റെ മറ്റൊരു ബസ് ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ജാക്കി ലിവർ കൊണ്ട് മറ്റേ ബസ്സിൻ്റെ കണ്ടക്ടറെ ഡ്രൈവറെ അടിക്കാൻ ചാടി ഇറങ്ങുന്ന ഡ്രൈവർമാരെ കണ്ടിട്ടുണ്ട്. സ്കൂൾ കുട്ടികളെ എടുത്തിട്ട് തല്ലുന്ന കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. പോലീസ് കേസുകളും അങ്ങനെ നിലവിലുണ്ട്. ഏതായാലും വർക്കല സംഭവിച്ചത്, ഈ ഡ്രൈവർ ഇറങ്ങി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് റിപ്പോർട്ട്. അതേ നമുക്കും പറയാൻ കഴിയുകയുള്ളൂ. ഇനി ദൃക്സാക്ഷികളുടെ മൊഴിയും CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ബാക്കി അറിയാം. അപ്പോൾ ഈ യാത്രക്കാരൻ എന്ത് ചെയ്തു? കയ്യിൽ കരുതിയിരുന്നല്ല, ബാഗിനകത്ത് സൂക്ഷിച്ചിരുന്ന കത്തി കൊണ്ട് കുത്തി. അയാളുടെ കഴുത്തിനും കൈക്കും പരിക്കേറ്റു. കഴുത്തിനുള്ള മുറിവ് ആഴത്തിലുള്ളതാണെങ്കിലും ഗുരുതരമല്ല എന്നാണ് അയാൾ ചികിത്സയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ തിരക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ കത്തിക്കുത്ത് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കാൻ ഒരൊറ്റ കാര്യം കണ്ടക്ടർ ചെയ്താൽ മതിയായിരുന്നു. ചേട്ടാ ഇത് അഞ്ചുതെങ്ങിലേക്കുള്ള ബസ്സാണ് എന്ന് പറഞ്ഞാൽ ഉത്തരം ക്ലിയർ, സംശയം തീർന്നു, സുഗമമായ യാത്ര. ബോർഡ് നോക്കിയിട്ട് കയറാൻ പാടില്ലേടാ എന്ന് ചോദിച്ചാൽ അടിപിടി, അക്രമം, അവസാനം കത്തിക്കുത്ത്. ഈ കത്തിക്കുത്ത് ഇവിടെ നടന്നു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഇമാതിരിയുള്ള സംഭവങ്ങൾ കൂടുകയല്ലേ?
ആർക്ക്, മുതിർന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന ആളുകൾക്ക് ഒരാളോട്, അമിത വേഗത്തിൽ പോകുന്ന ഒരാളോടോ അല്ലെങ്കിൽ തെരുവിൽ കയർത്ത് അക്രമം കാണിക്കുന്ന ഒരാളോടോ പോയി ഒന്നും പറയാൻ പറ്റില്ല. വേണ്ട, അരുത്, മാ നിഷാദ എന്ന് പറയാൻ പറ്റില്ല. അരുത് കാട്ടാളെന്ന് വിളിക്കാനൊന്നും പറ്റില്ല, എങ്കിലും മാ നിഷാദ എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പള്ളയിൽ കത്തി കയറും.